ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എവിടെ നോക്കിയാലും ഏതൊരു കമ്മ്യൂണിറ്റി പോൾ ആണെങ്കിലും ഏതൊരു സോഷ്യൽ മീഡിയ പോൾ ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ജിൻഡോയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ മിക്ക വീഡിയോകളും ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ കൂടുതൽ നമ്മൾ ഉച്ചത്തിൽ കേൾക്കുന്ന ഒരു പേരാണ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. പക്ഷേ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വളരെ സീരിയസ് ആയിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, കമന്റ്, നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആദ്യം മുതൽ വാച്ച് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ കുറെ മനസ്സിലാക്കാൻ കഴിയും. ലാസ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അപകടം പിടിച്ച ഒരു വീക്സ് ആണ്. കാരണം ആ സമയങ്ങളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, കാര്യങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും മറിയാം. നമ്മൾ വളരെ കോൺഫിഡൻസോടുകൂടി നമുക്ക് പറയാം ഓവർ കോൺഫിഡൻസ് ആണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഇപ്പോൾ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നോക്കിയാലും ജിൻഡോയാണ്. പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ചതി അല്ലെങ്കിൽ ഇതിൽ സംഭവിക്കാൻ പോകുന്ന യഥാർത്ഥമായ കാര്യങ്ങൾ നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഞാൻ നിങ്ങളെ 1-2 പോസ്റ്റുകൾ കാണിക്കാം. ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന പേജിൽ വന്ന പോസ്റ്റുകളാണ്. വളരെ ശ്രദ്ധാപൂർവം അത് വായിക്കുക. നിങ്ങൾ ചില ആളുകൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊന്നും അവിടെ വെറുതെ വരുന്ന ഒരു പോസ്റ്റുകളല്ല, വളരെ കൺസേണോട് കൂടി അവർ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? വളരെയധികം ചതി നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സംശയവും വേണ്ട, ചതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോണേ. ഫാമിലി വീക്ക് തന്നെ ഇത്ര നേരത്തെ വെച്ചതിന് നല്ല ദുരുദ്ദേശം ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഫാമിലി ചെല്ലുന്നു, അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് പല പല ക്ലൂകളിലൂടെ കൊടുക്കുന്നു. അതുവഴിയായിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാൻ പല കണ്ടസ്റ്റൻസിനും കഴിഞ്ഞിട്ടുണ്ട്. ശ്രീധുവിന്റെ കാര്യം എടുക്കുക. ശ്രീധുവിന്റെ അമ്മ വന്നപ്പോ ശ്രീധുവിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലൂ കൊടുത്തായിരുന്നു. അതുവഴി ബിഗ് ബോസ് പിടിച്ച് വാൺ ചെയ്തായിരുന്നു. ജാസ്മിന്റെ ഫാമിലി വന്നിട്ട് എന്താ കാണിച്ചത്? മാല ഊരി വാങ്ങിക്കുന്നു, പാവേനെ കൊണ്ടുകൊടുക്കുന്നു. പല കാര്യങ്ങളും ജാസ്മിന്റെ ഫാമിലി അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമാണോ? കാരണം ചില ഫാമിലീസ് വന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ ഒരു പുറത്തുള്ള കാര്യങ്ങളും അകത്തുപോയി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതെല്ലാം കാരണം ജാസ്മിൻ ഇപ്പോ ജാസ്മിന്റെ സ്ട്രാറ്റജി തന്നെ മാറ്റി. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്ലാൻ ചെയ്ത് പല ആളുകളെയും വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു അതികൂതറ പരിപാടിയില്ലേ, ആ പരിപാടിയാണ് ഫാമിലി വീക്കിലൂടെ അവർ ചെയ്തത്. അല്ലാതെ ഫാമിലിയെ കൊണ്ടുവന്ന് വളരെ വിഷമിച്ചിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഉഷാറാക്കി ഗെയിം ഉഷാറാക്കാനുള്ള പരിപാടിയൊന്നല്ല. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നേരത്തെ തന്നെ ഗെയിം ഇനിയും ഒരു 10-35 ദിവസം നിൽക്കുന്ന സമയത്ത് ഫാമിലിയെ കൊണ്ടുവരിക, എല്ലാവർക്കും ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു ബിഗ് ബോസ് ഷോ ആണെങ്കിലും മാക്സിമം ഔട്ട്സൈഡ് ആയിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും ഇല്ലാതാക്കി, ഒരു ഫോണിൽ ഒരാളായിട്ട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇല്ലാതാക്കി നമ്മൾ സർവൈവ് ചെയ്ത് ഒരു വീടിനുള്ളിൽ കുറെ ആളുകൾ നിൽക്കുന്ന ഒരു ഷോയാണ്. നമുക്ക് ഈ ബിഗ് ബോസ് ഷോയെ കുറിച്ച്, മലയാളം ബിഗ് ബോസ് സീസൺ 6 കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വീക്ക് 1 തൊട്ട് തന്നെ ജാസ്മിന് ഫോൺ വിളിക്കാൻ ചാൻസ് കൊടുത്തൊക്കെ നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. അവിടെ തുടങ്ങി ജാസ്മിന് വേണ്ടി കുറെ ഫെയർ കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്നുണ്ട്. ആ ഫോൺ വിളിച്ചത് ഒരിക്കലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അത്താക്കി ഒരു ബ്ലോക്കും വന്നിട്ടല്ല. ആ ഫോൺ കോൾ ചെയ്യേണ്ടത് അത്ര അത്യാവശ്യമായിരുന്നു ജാസ്മിന്റെ ഫാമിലിക്ക്. അത്രയ്ക്കും ഒരു വൃത്തികെട്ട പെർഫോമൻസ് ആയിരുന്നു ജാസ്മിൻ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നോ? വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഫാമിലി വീക്ക് വന്നു കഴിഞ്ഞപ്പോ എല്ലാ മാലയും പടച്ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ ജാസ്മിൻ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ചേഞ്ച് ആയി. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്തൊരു ഫേക്കായി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന്, എന്തൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്ന്. ഒരിക്കലും ഇപ്പോൾ ഫാമിലി വീക്ക് വന്നില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരിക്കലും ഇങ്ങനെ ചേഞ്ച് ആവില്ല. പിന്നെ ഇതെല്ലാം ചെയ്തതിന് വളരെ നല്ല ഒരു ആൻസർ പല ആളുകളുടെ വീഡിയോയിലും ഞാൻ കണ്ട ഒരു ആൻസർ ആണ്. സ്വന്തം മകളല്ലേ, ഒരു ഫാദർ എന്ന നിലയിലുള്ള കൺസേണുകൾ, ഇതെല്ലാം കൊണ്ടാണ്.
അങ്ങനെയൊന്നും പറഞ്ഞ് ഈ വക ഉഡായ്പ പരിപാടികളെ ന്യായീകരിക്കാൻ തൽക്കാലം ഞാൻ നിൽക്കുന്നില്ല. ഫാദർ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പോരുമേ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പെട്ടെന്ന് വന്ന് ഈ കാണുന്ന പ്രേക്ഷകരുടെ മുമ്പ് കണ്ണിലൊക്കെ പൊടിയിട്ട് അങ്ങനെ ജാസ്മിൻ മോളെ കപ്പടിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പെർഫോമൻസ് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനെ ഞാനൊരു അച്ഛനാണ്, എൻ്റെ മകൾ നശിച്ചു പോകുന്നത്, കാരണം ഈ അച്ഛൻ തന്നെയാണ് ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞത് അവൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരുടെ അടുത്തും കെട്ടിമറിഞ്ഞും കെട്ടിപ്പൊടിച്ച് ഉമ്മ കൊടുത്തൊക്കെ ഇരിക്കുന്ന ഒരു ടീമാണെന്ന് ജാസ്മിൻ പോയി ഐ തിങ്ക് സെക്കൻഡോ തേർഡ് വീക്കിലോ വന്ന ഇന്റർവ്യൂവിലാണ് ജാസ്മിനെ വെളുപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തി തന്നെ പറഞ്ഞത്. അതുകൊണ്ട് അത് വിശ്വസിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ജാസ്മോളുടെ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. ജിൻഡോയ്ക്ക് ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്ക്. ബിഗ് ബോസിൽ സാധാരണ ഈ വീക്കിലൊക്കെ അതികഠിനമായ ഫിസിക്കൽ ടാസ്കുകളാണ് വരാറുള്ളത്. പക്ഷേ ഇപ്പൊ ബിഗ് ബോസ് നടത്തുന്ന എനിക്ക് തന്നെ ബിഗ് ബോസ് ഷോക്കാരുടെ വിചാരം ഈ ഫിസിക്കൽ ടാസ്ക് ഒന്നും ബിഗ് ബോസ് മലയാളം സീസൺ 6 വേണ്ട. ആകെ വേണ്ടത് ഈ വായിട്ടലച്ച് എനിക്ക് ഇത്രയും എല്ലാ കണ്ടസ്റ്റൻസിനേക്കാളും മേലെ സൗണ്ട് ഉണ്ട് എന്ന് കേൾപ്പിക്കുന്ന ടാസ്കുകൾ മാത്രമേ വരുന്നുള്ളൂ. കഥ പറയുക, കഥയിൽ നിന്ന് ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ റാങ്കിങ് ടാസ്ക് ഒക്കെ തന്നെ അതൊക്കെ എല്ലാ ഇതിലും വരാറുണ്ട്. എന്നാൽ പോലും ജാസ്മിൻ മോൾക്ക് പെർഫോം ചെയ്യാൻ പറയണ ടാസ്കുകൾ മാത്രമാണോ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതായത് നിങ്ങൾക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നമ്മൾ സംസാരത്തിലോ ഡയലോഗുകളിലോ മോശമാണെന്ന് പറയുന്നില്ല. ഇന്നലെ ലാലേട്ടൻ വന്നപ്പോ ചോദിച്ച കാര്യങ്ങൾ, അതായത് ലാലേട്ടന്റെ മൂവിയിലെ ഡയലോഗ്സും കാര്യങ്ങളും പറയുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും കസറി ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ചെയ്തത് ജിൻഡോ തന്നെയാണ്. അത്രയും വലിയ നീട്ടിപ്പിടിച്ച ഡയലോഗൊക്കെ സൂപ്പറായിട്ട് ജിൻഡോ അവതരിപ്പിച്ചായിരുന്നു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു ടാസ്ക് അത് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ നേടേണ്ടതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം ജാസ്മിൻ, സിജോ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉച്ചത്തിൽ സംസാരിച്ച് മറ്റ് കണ്ടസ്റ്റൻസിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ബി കളിക്കുന്ന ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞ കൊല്ലൊക്കെ എടുക്ക് ഭയങ്കര അതികഠിനമായ ടാസ്കുകളാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടോ അവരത് മറന്നുപോയി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാവരുടെയും മിക്കവാറും എല്ലാ കണ്ടസ്റ്റൻസിനും ഒന്നെങ്കിൽ പുറം വേദന, കാലുവേദന, തലവേദനയാണ്. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇവരെയൊക്കെ കൺസിഡർ ചെയ്ത് ഇവരുടെയൊക്കെ ആരോഗ്യം അതാണ് അവർക്ക് ഇമ്പോർട്ടന്റ്. ഓക്കെ, അതൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ അവർക്ക് വയ്യെങ്കിൽ പോലും അവർക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു കഥകളും പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയി ഫിനാലെ എത്തിക്കാനുള്ള പരിപാടിയാണോ? അപ്പൊ പിന്നെ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒക്കെ അവിടെ പോയത് എന്തിനാണ്? നമുക്കറിയാം ഒരു ഫിസിക്കൽ ടാസ്ക് കിട്ടിയ ഓഫ് കോഴ്സ് ജിൻഡോയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഗെയിമുകൾ പോലും മുന്നോട്ട് പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ടാന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാരണം അവരുടെ പേരുകൾ ഉയർന്നു വരണം. നമുക്കറിയാം ലാസ്റ്റ് വീക്ക് തൊട്ട് പല ആളുകളും ആദ്യം ഇട്ടിരുന്ന കുപ്പായം ഊരി മാറ്റി. നിങ്ങൾ വിചാരിയുടെ കുപ്പായം അല്ല കേട്ടോ, അതായത് ഈ പേക്കുത്ത് കളികളൊക്കെ നടത്തി ചേച്ചിമാര് ആ കുപ്പായം ഊരി വെച്ച് ഇപ്പോ മറ്റൊരു കുപ്പായം എടുത്തിട്ടിരിക്കുകയാണ്. ഞാനാണ് ഏറ്റവും നല്ല കുട്ടി, തെറ്റുകൾ വന്നാൽ തിരുത്തണ്ടേ? നിങ്ങൾക്ക് തോന്നണ്ടോ പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും അത് നിവരില്ല? ഒക്കെ കാട്ടിക്കൂട്ടായങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് നന്നായി മലഖയായ നമ്മുടെ ജാസ്മോളെ പോലെയുള്ളവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ നാറിയ കളികള് ബിഗ് ബോസ് നിർത്തേണ്ട ടൈം കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് അവരെ ആരെയും പിടിച്ച് നിങ്ങൾ ഇങ്ങനത്തെ കളികൾ വെക്കണം, ഇതാണ് പ്രേക്ഷകരുടെ ഇഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരാള് പോലും വോട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ഇപ്പൊ നമ്മൾ വോട്ട് ചെയ്താൽ പോലും നമുക്കാർക്കും ഈ വോട്ട് എത്ര കിട്ടി അങ്ങനെ ഒരു കാര്യം ബിഗ് ബോസ് കാണിക്കില്ല. ഇനി ഒരു പ്രോബ്ലം ആയാൽ പോലും നമ്മളെ വോട്ട് കാണിക്കത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് ജിൻഡോ വോട്ടിങ്ങിൽ മുമ്പിലാണ്, അങ്ങനെ ഒരു കോൺഫിഡൻസ് എങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ ഒരാളും മറക്കരുത് മാക്സിമം വീഡിയോസ്, അതുപോലെ തന്നെ ഓരോ വീഡിയോസിനും നിങ്ങളിടുന്ന കമന്റ്സ്, ലൈക്ക്, ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒക്കെ മറക്കാതെ ഈ കുറച്ച് വീക്കുകൾ വളരെ ശക്തമായി തന്നെ നിൽക്കണം. ബിഗ് ബോസ് എന്തുടായ്പ് കാണിച്ചാലും ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ വിൻ ചെയ്യാൻ കഴിയും. പിന്നെ എല്ലാം നമ്മൾ നോക്കി കാണണം എന്ത് സംഭവിക്കും. കുറെ തിരിമറികൾ വരും, കുറെ ഉടായ്പകൾ നമ്മൾ കാണേണ്ടി വരും.
എല്ലാം ലാസ്റ്റ് നിമിഷത്തില് മോഹൻലാൽ വന്ന് കൈ ഉയർത്തുമ്പോഴേ അറിയത്തുള്ളൂ ആർക്കാണ് ആ കപ്പെന്ന്. കാരണം നമ്മൾ എത്ര വിശ്വസിച്ച് മുന്നോട്ട് പോയാലും ജിൻഡോ തന്നെ വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിലെല്ലാം വളരെ അധികം ചതികൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശക്തമായി നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. ലൈക്ക്, കമന്റ്സ് ഒക്കെ ഇട്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ. എനിക്കറിയാം എല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് വീക്ക് വരെ, ലാസ്റ്റ് ഡേ വരെ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.